Hi students, Navodaya coaching classiലേക്ക് ഏവർക്കും സ്വാഗതം. 9th ക്ലാസ്സിലേക്കുള്ള lateral entry നവോദയ പരീക്ഷ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ക്രാഷ് കോഴ്സുകൾ 6-ാം ക്ലാസ്സിലേക്കും 9-ാം ക്ലാസ്സിലേക്കുമുള്ളത് ഞങ്ങൾ ആരംഭിക്കുന്നു. ഫെബ്രുവരി മാസം 2-ാം തീയതി 2022 ഫെബ്രുവരി 2-ാം തീയതി ഇതിനായുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിക്കുന്നു. ഇതിനായി ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 8590241692. First question, expressed in standard form. സംഖ്യയെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സംഖ്യയെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുന്നതിന് 2.545 into 10⁴ ആണ് എഴുതേണ്ടത്. ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 2 3 4 സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുക. യൂണിറ്റ് പ്ലേസിലെ ഒരു നമ്പർ ബാക്കി ഡെസിമൽ പ്ലേസിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ 1 2 3 4 4 നമ്പറാണ് ഡെസിമൽ പ്ലേസിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്പറിനെ 25450 എന്നുള്ളതിനെ 2.5450 ഇൻറ്റു 4 നമ്പർ ഡെസിമൽ പ്ലേസിലേക്ക് മാറ്റിയത് കൊണ്ട് 10⁴ എന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും കറക്റ്റ് ആൻസർ. Second question, 761 square minus 239 square equal to വാല്യൂ ആണ് കണക്കാക്കേണ്ടത്. a square minus b square എന്ന രൂപത്തിലാണ്. a square minus b square എന്നാൽ a plus b into a minus b ആണ്. അതുകൊണ്ട് 761 square minus 239 square എന്നുള്ളതിനെ ഇതിൻ്റെ വില കണ്ടുപിടിക്കുന്നതിനായിക്കൊണ്ട് ഈ ഐഡൻറ്റിറ്റി നമുക്ക് ഉപയോഗിക്കാം. 761 plus 239 into 761 minus 239 എന്ന ഐഡൻറ്റിറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ 761 plus 239 ആഡ് ചെയ്യാം. 9 plus 1 10 0 ബാലൻസ് 1 1 plus 3 4 plus 6 10 0 balance 1 1 plus 2 3 3 plus 7 10. ഫസ്റ്റ് ആൻസർ 1000 ആണ്. നെക്സ്റ്റ് വൺ 761 മൈനസ് 239 9 11 ആവാൻ 2 ഇവിടെ 5 ആണ് 2 7 ആവാൻ 5 ഇൻറ്റു 522 ദാറ്റ്സ് ഈക്വൽ ടു 522 പിന്നെ 0 0 0. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. a square minus b square equal to a plus b into a minus b ആണ് ഇത്തരം കണക്കുകൾക്ക് ചെയ്യാനായി ഈ ഐഡൻറ്റിറ്റിയാണ് നാം ഉപയോഗിക്കാറുള്ളത്. Third question, if a number is increased by 20% and then decreased by 20%, the net increase or decrease percentage will be എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അതിനായിക്കൊണ്ട് നമുക്ക് സംഖ്യ 100 ആണെന്ന് കരുതുക. സംഖ്യ നമുക്ക് തന്നിട്ടില്ല, അതിനായിട്ട് 100 ആയിട്ട് എടുക്കാം. 20% ഇൻക്രീസ് ചെയ്യാം. 100ന്റെ 20% എന്ന് പറയുന്നത് 120 ആണ്. 100ന്റെ 20% ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ 120 ആണ്. ഇനി അടുത്തത് 20% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ
120-യുടെ 20% ഡിക്രീസ് ചെയ്തു. അത് 2 പൂജ്യം വെട്ടി, അതായത് 24 കുറച്ചു. 120 minus 24 that is equal to 96. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ ആദ്യ നമ്പർ വെച്ച് നോക്കിയാൽ കൂടുതലാണോ കുറവാണോ എത്ര പെർസെൻറ്റേജ് ആണ് എന്നതാണ് ചോദ്യം. ആദ്യത്തെ നമ്പർ 100 ആണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 96 ആണ്. അപ്പം 4 കുറവാണ്, 4% കുറവാണ്. 100 ആണ് എടുത്തിരിക്കുന്നത്, അപ്പം 4% കുറവാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം അറിയാത്തൊരു സംഖ്യ തരുമ്പോൾ 100 എന്നത് സംഖ്യയായി എടുത്തു വേണം ഇത്തരം കണക്കുകൾ നാം ചെയ്യാൻ. അടുത്ത ചോദ്യം, സമീർ പർച്ചേസ്ഡ് എ പെയർ ഓഫ് ഷൂസ് ഫോർ ₹1344 including GST. If the sale price of the shoes is ₹1200, then the rate of GST. നോക്കൂ, സമീർ ഒരു ഷൂ വാങ്ങിച്ചു, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് GST അടക്കം അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 1344 ആണ്. സെയിൽ പ്രൈസ് ഓഫ് ദ ഷൂസ്, ശരിക്കു വില എന്ന് പറയുന്നത്, ശരിയായ വില എന്ന് പറയുന്നത് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്, കടക്കാരൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഇത്. അതായത് സമീറിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. കടക്കാരൻ ശരിക്കും വാങ്ങിച്ചത് 1200 രൂപയ്ക്കാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. ഇവിടെ GST കൊണ്ട് കൂട്ടിയത്, GST എന്ന് പറഞ്ഞ് കൂട്ടിയത് 144 rupees ആണ്. അപ്പോൾ GSTയുടെ പെർസെൻറ്റേജ് കാണണം. 144/1200 × 100. 2 പൂജ്യം വെട്ടിക്കളഞ്ഞു, 12 ഇവിടെ വെട്ടിയപ്പോൾ 12% എന്ന് ഉത്തരം കിട്ടി. സമീർ പർച്ചേസ് ചെയ്തത്, അതായത് കടക്കാരൻ്റെ സെല്ലിംഗ് പ്രൈസ് 1344 രൂപയാണ്. ശരിക്കും അതിൻ്റെ പ്രൈസ് 1200 രൂപയാണ് സെയിൽ പ്രൈസ്. GST കൂടെ കൂട്ടിയിട്ടാണ് ഇത്രയും രൂപയായത്. GST 144 രൂപയാണ്. GSTയുടെ പെർസെൻറ്റേജ് കാണണം. 144/1200 × 0. 2 പൂജ്യങ്ങൾ വെട്ടിയപ്പോൾ 12% എന്ന് നമുക്ക് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 5th question, √24² + 7² ഹോൾ ക്യൂബ്. നമുക്കറിയാം 24² പറഞ്ഞാൽ 576 ആണ്, 7² എന്നാൽ 49 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 625 ആണ്. അതിൻ്റെ ക്യൂബാണ് ഉദ്ദേശിക്കുന്നത്. √625ൻ്റെ ക്യൂബാണ് ഉദ്ദേശിക്കുന്നത്. √625 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25ൻ്റെ ക്യൂബ് 25 × 25 × 25. 25 × 25 625 ആണ്. 625 × 25 × 25 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ വരുമ്പോൾ 15625. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. ആദ്യം 24² കണ്ടു, പിന്നെ 7² കണ്ടു, രണ്ടും കൂടെ കൂട്ടി 625 കിട്ടി. അതിൻ്റെ റൂട്ട് കണ്ടു, എന്നിട്ട് അതിൻ്റെ ക്യൂബ് കണ്ടു, 25ൻ്റെ ക്യൂബ്. 25 × 25 × 25. 25 × 25 625 ആണ്, × 25. ആൻസർ ഓപ്ഷൻ സി. Next question. What must be added to 269 to make the result a perfect square? 269നോട് ഏത് ചേർത്താലാണ് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നതാണ് ചോദ്യം. നമുക്കറിയാം 16² എന്നാൽ 256 ആണ്. 17² എന്നാൽ 289 ആണ്.
ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ് 269. ഈ 269ഓട് എത്ര ചേർത്താലാണ് 289 നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നാണ് ചോദ്യം. 269 പ്ലസ് എക്സ് ഈക്വൽ ടു 289. അപ്പോൾ എക്സ് കണ്ടെത്താൻ എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്താൻ 289 മൈനസ് 269 ദാറ്റ്സ് ഈക്വൽ ടു 20 ആണ് കറക്റ്റ് ആൻസർ. കുറേ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമുക്കിതിനായി പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11/24 ഇൻറ്റു 8/7. 21/24 ഇൻറ്റു 8/7. 7 കൊണ്ട് ക്യാൻസൽ. 7 3s are 21. 8 3s are 24. അപ്പോൾ 3/3 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് കറക്റ്റ് ആൻസർ. Next question, if the base and height of a triangle are both doubled, ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും രണ്ടും ഡബിൾ ആക്കിയാൽ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇതിൻ്റെ ബേസ് ബി ആണ്, ഹൈറ്റ് എച്ച് ആണ്, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും രണ്ടും ഡബിൾ ആക്കി. ഇവിടെ ബേസ് എന്നത് 2b ആക്കി, ഹൈറ്റ് എന്നത് എച്ചിന് പകരം 2h ആയി. അപ്പോൾ നമുക്ക് പുതിയ ഏരിയ കണ്ടുപിടിക്കണം. ഹാഫ് ഇൻറ്റു 2b ഇൻറ്റു 2h. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു ഹാഫ് ബി എച്ച് എന്ന് കിട്ടും. അതായത് 4 ടൈംസ് ഇൻക്രീസ് ആവുന്നു. ഇഫ് ദ ബേസ് ആൻഡ് ഹൈറ്റ് ആർ ഇൻക്രീസ്ഡ് double, then the area increased by 4 times. ബേസും ഹൈറ്റും 2 മടങ്ങാക്കിയാൽ ഏരിയ 4 മടങ്ങ് ആകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്വാഡ്രിലാറ്ററൽ ദ സം ഓഫ് ദ ആംഗിൾസ് ഈസ് ഈക്വൽ ടു ദ twice the fourth angle. The measure of the fourth angle is കണ്ടുപിടിക്കണം. ഒരു ക്വാഡ്രിലാറ്ററലിലെ 3 ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 4ാമത്തെ ആംഗിളിൻ്റെ ഡബിൾ ആണത്ര. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഫോർത്ത് ആംഗിൾ എക്സ് ആയിട്ട് എടുക്കാം. ഫോർത്ത് ആംഗിൾ 1 2 3 4 എന്നിട്ടെടുത്താൽ ആംഗിൾ 4x വിചാരിക്കാം. ഇനി ഗിവൺ ദാറ്റ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു ട്വൈസ് ദ ഫോർത്ത് ആംഗിൾ. ട്വൈസ് ഫോർത്ത് ആംഗിൾ. ഫോർത്ത് ആംഗിൾ എക്സ് ആണ്, അപ്പോൾ 2x കിട്ടി. ഇതിൻ്റെ ട്വൈസ് ആണ് കിട്ടി. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 2x ആണ്. അപ്പോൾ 4 കൂടെ കൂട്ടിയാൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു, ഈ ആദ്യത്തെ 3 കൂട്ടുന്നതിന് പകരം 2x എഴുതിയാൽ മതി. 4ാമത്തേന് എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു 3x. നമുക്കറിയാം സം ഓഫ് ക്വാഡ്രിലാറ്ററൽ 360 ആണെന്നറിയാം. 3x ഈക്വൽ ടു 360, x ഈക്വൽ ടു 360/3 ഈക്വൽ ടു 120. അപ്പോൾ ഫോർത്ത് ആംഗിൾ 120 ആണെന്ന് കിട്ടി. ദ മെഷർ ഓഫ് ദ ഫോർത്ത് ആംഗിൾ ഈസ് 120. നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ ഇക്വേഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഇതിനായിക്കൊണ്ട് നമുക്ക് ആദ്യം LCM ഓഫ് ദ ഡിനോമിനേറ്റേഴ്സ് കാണാം. 4 2 3. ഇതിൻ്റെ LCM കാണാം. 2 കൊണ്ട് 2 2s are 4 1 3. LCM ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 12. 12 കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12 ഇൻറ്റു 2x മൈനസ് 3/4 മൈനസ് 12 ഇൻറ്റു minus 12 into 2x minus 1/2 equal to 12 into x minus 2/3. 4 കൊണ്ട് ഇവിടെ വെട്ടി 3 times, 2 കൊണ്ട് ഇവിടെ വെട്ടി 6 times, 3 കൊണ്ട് ഇവിടെ വെട്ടി 4 times. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6x minus 9
minus 6 into 2 12x plus 6 equal to 4x minus 8. നമുക്ക് കൂടുതലുള്ളത് ഇത് സോൾവ് ചെയ്യാനായിക്കൊണ്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകാം. ഇവിടെ 4x ഉണ്ട്, മൈനസ് 12x അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 12x ആവും, 6x അവിടെ പോകുമ്പോൾ മൈനസ് 6x ആവും. നമ്പേഴ്സ് എല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവരാം. ഇവിടെ മൈനസ് 9 ഉണ്ട്, പ്ലസ് 6 ഉണ്ട്, പ്ലസ് 8 ഉണ്ട്. ഇവിടെ 12 plus 4 16x minus 6x അപ്പോൾ 10x. ഇവിടെ minus 9 plus 40 അപ്പോൾ 10x equal to 5. അപ്പോൾ x equal to 5/10, x equal to 1/2 എന്ന് ആൻസർ കിട്ടുന്നു. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ചെയ്യാനായിക്കൊണ്ട് ആദ്യം നമ്മൾ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിച്ചു. LCM കൊണ്ട് എല്ലാത്തിനെയും ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഒഴിവായി കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി. നവോദയ പരീക്ഷയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ 35 മാർക്കിനും മാത്സിന് 35 മാർക്കിനും ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങൾ ബാക്കി 30 മാർക്കിനുമാണ് പരീക്ഷയ്ക്കായി കൊണ്ട് ചോദിക്കുക. മാത്സിൻ്റെയും സയൻസിൻ്റെയും മാർക്കുകൾ നമുക്ക് നവോദയ എൻട്രൻസ് പാസ്സാകുന്നതിനും സീറ്റ് ഉറപ്പിക്കുന്നതിനും വളരെ നിർണായകമാണ്. ഇതിനായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ കൂടുതൽ സയൻസ് അതുപോലെ തന്നെ മാത്സ് വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8590241692. താങ്ക് യു.